കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റത്തിൽ നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി യോഗത്തിൽ തെരഞ്ഞെടുത്തേക്കും. വൈകിട്ട് 4 മണിക്ക് വിധാൻസൗധയിലാണ് യോഗം. സിദ്ധരാമയ്യ, DK ശിവകുമാർ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, വിശദാംശങ്ങൾ. അനുജ, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് MLA-മാരടക്കം ഇപ്പോൾ വിധാൻസൗധയിലേക്ക് എത്തിയിരിക്കുകയാണ്. 4 മണിക്കാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. ഇപ്പോൾ 5 MLA-മാർ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ വിധാൻസൗധയിലെ കോൺഫറൻസ് ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മീറ്റിംഗിലായിരിക്കും കൃത്യമായിട്ട് സിദ്ധരാമയ്യ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി DK ശിവകുമാറിന്റെ പേര് നിർദ്ദേശിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ മകൻ യതീന്ദ്രയ്ക്ക് സുപ്രധാനമായിട്ടുള്ള പോർട്ട്ഫോളിയോ നൽകുക എന്നുള്ള അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഹകരിച്ചത്. പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അദ്ദേഹം സഹകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് അദ്ദേഹത്തിന് സംസ്ഥാനം തന്നെ തുടരണം. ഇനിയിപ്പോൾ ആകെയുള്ളത് 2 വർഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനം തുടരണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകളായി ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. എന്തായാലും അല്പസമയത്തിനകം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിക്കും. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പദവിയിലുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ളവർ ഈ യോഗത്തിന് വേണ്ടി എത്തും. അതായത് അല്പസമയത്തിന് ശേഷം യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ MLA-മാരൊക്കെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിയോട് കൂടിയാണ് ഈ യോഗം ആരംഭിക്കുക. ഈ യോഗത്തിലായിരിക്കും സിദ്ധരാമയ്യ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി നിയുക്ത മുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ പേര് പ്രഖ്യാപിക്കുക. എന്തായാലും ബുധനാഴ്ച ജൂൺ 3 ബുധനാഴ്ച വൈകിട്ട് 5:15 പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. അന്നേ ദിവസം 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. KJ ജോർജ്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന G പരമേശ്വരൻ അടക്കമുള്ളവർ ഈ മന്ത്രിസഭയിൽ അംഗമാണ്. ആദ്യ 10 മന്ത്രിമാരായിരിക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ജൂൺ 18 ശേഷമായിരിക്കും ബാക്കി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഓരോ MLA-മാരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷമായിരിക്കും കർണാടക സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അടക്കം എത്തുക. എന്തായാലും ഇപ്പോൾ സിദ്ധരാമയ്യ ഇതുവരെയും എത്തിയിട്ടില്ല. ആക്ടിംഗ് ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു മുതിർന്ന നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അദ്ദേഹം അവിടെ നിന്ന് വരുന്നതാണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കി MLA-മാരൊക്കെയും ഓൾമോസ്റ്റ് MLA-മാരൊക്കെയും എത്തിക്കുന്ന മലയാളിയായ KJ ജോർജ് MLA, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് KJ ജോർജ് MLA അടക്കമുള്ള മറ്റ് MLA-മാരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും KJ ജോർജ് MLA അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകൾ ആദ്യം വന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് തള്ളുകയാണ്. അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കില്ല. അദ്ദേഹം മന്ത്രിയായി തന്നെ തുടരും. പുതിയ സർക്കാരിലും അദ്ദേഹം മന്ത്രിയായി തന്നെ തുടരും എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ വ്യക്തമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി പദത്തിലുള്ളവരെ നിലനിർത്തിക്കൊണ്ട് പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ നീക്കം. പ്രത്യേകിച്ച് അഹിന്ദ വിഭാഗത്തിന്റെ അടക്കം പിന്തുണ ഉറപ്പിച്ചതുകൊണ്ട് തന്നെ OBC അതോടൊപ്പം തന്നെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെയും പിന്തുണ ഉറപ്പിച്ചുള്ള മന്ത്രിസഭ പുനഃസംഘടന ജൂൺ മാസം 18 ശേഷമായിരിക്കും നടക്കാൻ പോകുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 18-നാണ്. ജൂൺ 18 ശേഷമായിരിക്കും മന്ത്രിസഭയിലെ പുനഃസംഘടന ഉണ്ടാകാമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതാണ് കർണാടകയിൽ നേതൃമാറ്റത്തിനൊക്കെയുള്ള കാര്യങ്ങൾ. അത് ത്വരിതഗതിയിൽ തന്നെ നടക്കുകയാണ്. അല്പസമയത്തിനകം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നേതാക്കൾ എത്തിച്ചേരുകയാണ്. MLA-മാർ ഉൾപ്പെടെയുള്ളവർ. DK ശിവകുമാർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യ അല്പസമയത്തിനകം എത്തിച്ചേരും. ഒപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാല കർണാടകയുടെ ചുമതലയുള്ള നേതാവാണ്. KC വേണുഗോപാലും എത്തും എന്നതാണ് സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.